ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു അംബർല ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കോൺട്രാസ്റ്റ് കളറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിൽ യോക്ക് പോർഷനിൽ വരുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു വെൽവെറ്റിൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. കണ്ടോ, ലൈനായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലൈനുള്ള മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ണം കൂടിയ ആൾക്കാരില്ലേ, അവർക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലൈൻ എപ്പോഴും താഴോട്ട് വരുന്ന രീതിയിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അത് കൈക്കാണെങ്കിലും മോഡലിനാണെങ്കിലും നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി മെലിഞ്ഞ പോലെ തോന്നും. ക്രോസ് ആക്കിയിട്ടാണെങ്കിൽ ഒന്നുകൂടി വണ്ണം വെച്ച പോലെയാണ് തോന്നുക കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, നെക്ക് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ലൈനിങ്ങിലാണ് പതിച്ചടിക്കേണ്ടത്. നമ്മൾ കണ്ട ഇതുപോലെ, അപ്പോഴാണ് ഫിനിഷിങ് കിട്ടുള്ളൂ. ആ കഴുത്തിൻ്റെ അവിടെ ഒരു പതിച്ചടിച്ച് കഴിഞ്ഞാൽ വെൽവെറ്റൊക്കെ ആയതുകൊണ്ട് അത് ഒരു വൃത്തിക്ക് നിൽക്കില്ല. അപ്പോൾ വെൽവെറ്റിൽ അടിക്കാതെ നമ്മൾ ലൈനിങ്ങിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നീറ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ആദ്യം ഞാൻ ലൈനിങ് കട്ട് ചെയ്തിട്ടാണ് എടുക്കാറ്. എന്നിട്ട് അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാറാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കൈയൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആം ഹോളൊക്കെ. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർ ഇതുപോലെ സ്റ്റിച്ചിങ്ങും ക്രാഫ്റ്റും ഒക്കെ അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി ഇതാ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് യോക്ക് ഭാഗത്തൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതാ നമ്മൾ രണ്ട് ഷോൾഡറും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കൈ. കണ്ടോ, കൈക്കും നമ്മളിതുപോലെ താഴോട്ട് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കൈ വണ്ണം തോന്നിക്കില്ല കേട്ടോ. കൈയൊക്കെ നമ്മൾ ക്രോസായിട്ട് വയ്ക്കുകയാണെങ്കിൽ, ലൈന് പോലത്തെ മെറ്റീരിയൽ ക്രോസാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ കൈയാണെങ്കിലും നമ്മൾ യോക്ക് ഭാഗമാണെങ്കിലും വണ്ണം കൂടിയ പോലെയാണ് തോന്നുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയിട്ട്. അത് ഇനി ചെക്ക് വരുന്നതാണെങ്കിലും നമ്മൾ ലൈന് താഴോട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടിയും തടി തോന്നിക്കാത്ത രീതിയിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഇതിന് നമ്മൾ കൊടുക്കുന്ന പാൻറ്റ് ഒരു സാറ്റിൻ മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കിലും കൈയുടെ അറ്റത്തും നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കയ്യിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ഞാൻ എടുത്തിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയലിലാണ് കേട്ടോ ലൈനിങ്. നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിൻ്റെ സ്കേർട്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഇതിൽ നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്ത് ഒക്കെ, ലൈനിങ് നമ്മൾ ക്രേപ്പിലാണ് എടുത്തിട്ടുള്ളത്. മെയിൻ ക്ലോത്ത് ഷിഫോൺ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അത് ഫുൾ ഫ്ലെയർ അംബർല വേണ്ടതുകൊണ്ട് തന്നെ ചെറിയൊരു ജോയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ജോയിൻറ്റുകളൊക്കെ നമുക്കൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ലൈനിങ്ങിലും നമുക്ക് ജോയിൻറ്റ് വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത് ഫുൾ അംബർല ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അംബർല സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്ര തന്നെ വിരിവിൽ ലൈനിങ് വെക്കണില്ലെങ്കിലും ഒന്നും കൂടിയും വല്ലാത്ത ഒരു എന്താ പറയുക, പതിഞ്ഞ് കിടക്കാത്ത രീതിയിൽ ഒന്നുകൂടി വിരിഞ്ഞ് ലൈനിങ് വെക്കുകയാണെങ്കിൽ അത് ആ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു കംഫർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അംബർല സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏകദേശം ആ ഒരു വിരിവിൽ തന്നെ ലൈനിങ് വെക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല സർക്കിളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കേർട്ട് പോർഷൻ മാത്രം 4.5 മീറ്റർ 5 എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയർ ആയിട്ട് കിട്ടും കേട്ടോ. 5.5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അംബർല സ്കേർട്ട് കട്ട് ചെയ്യുമ്പോൾ ജോയിൻ്റ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതല്ല ഒരു 4 ഒക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ചെറിയൊരു ജോയിൻറ്റ് വരും, എന്നാലാണ് ആ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് യോക്ക് പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. കണ്ട, ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ കോമ്പിനേഷൻ വരുന്നത്.
പെട്ടെന്ന് ഇത് മാച്ച് ആവുമോ എന്നുള്ളൊരു ഡൗട്ടും എനിക്കുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കളർ കോമ്പിനേഷൻ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് കസ്റ്റമർ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇതൊന്ന് 2 ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യോക്കിൽ നിന്ന് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നാലാണ് നമുക്ക് ഇട്ട് കഴിഞ്ഞാലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ലൈനിങ്ങിനെ മാറ്റിയിട്ട് മെയിൻ ക്ലോത്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ ഭാഗം ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ 2 ഭാഗവും കൂട്ടിപ്പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓവർലോക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ഒരു സ്റ്റിച്ചേ കൊടുത്തെടുക്കണുള്ളൂ കേട്ടോ, ഓവർലോക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഒക്കെ സൈഡ് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ അടി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ലൈനിങ് ആയതുകൊണ്ട് ഞാൻ ഒന്നിച്ച് മടക്കിയിട്ടാണ് അടിക്കുന്നത്. അല്ലാതെ നമ്മൾ മെയിൻ ക്ലോത്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്ത് ഈര വെച്ചിട്ട് ഇൻ്റർലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർലോക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, ഇതാണ് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ താഴ്ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഈര വെച്ചിട്ട് ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ. അതിന് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. പാൻറ്റിൻ്റെ താഴ്ഭാഗത്തും ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാ പെൻസിൽ പാൻറ്റ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതിലും ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈയുടെ അറ്റത്തും നെക്കിലും നമ്മൾ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വൈഡായിട്ടുള്ള നെക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു, ബൈ.